Hello guys, welcome to my family. ആദ്യത്തെ വെൽക്കമാണത്. നമ്മുടെ പിള്ളേര് ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് നാളായിട്ട് നമുക്ക് കമന്റ്സ് വരാറുണ്ട്, ഇവർക്കൊരു ചാനലോടെ കൂടെ ഇവർക്ക്. പക്ഷേ ബാക്കിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ഒരു വ്യക്തിക്ക് ഇത് എന്താ പറയാ, ഒന്ന് ഇന്ററാക്ട് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും. പക്ഷെ ഇപ്പൊ പതുക്കെ ഓക്കെ വരുന്നത്. എനിക്ക് ഉറപ്പായിരുന്നു നമ്മുടെ പിള്ളേരുടെ ചാനൽ, പിള്ളേർ ഇവൻ എന്തെല്ലാം കിട്ടുകഴിഞ്ഞാൽ ആൾക്കാരത് അക്സെപ്റ്റ് ചെയ്യുന്ന ഓക്കെ ഇരിക്കുന്ന എനിക്ക്. കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന പോലെ, എന്റെ ഫാമിലിനെ ഇഷ്ടപ്പെടുന്ന പോലെ ഇവരെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് കമന്റ്സ് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇന്ന് നമ്മള് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. എന്നാണ് സഞ്ജു നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്? ചന്തു ഒക്ടോബർ 3 2025 നമ്മള് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. വീഡിയോ ഇട്ടു. ഒരു 2 വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് 2K സബ്സ്ക്രൈബേഴ്സ് കയറി. അപ്പൊ എന്തായാലും വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടു തുടങ്ങാണ്. പിള്ളേർക്ക് അതിന്റേതായ കുറവുകൾ ഉണ്ടായിരിക്കും. എനിക്ക് സംസാരിക്കാൻ അറിയാൻ പാടില്ല. ആദ്യം സഞ്ജു കുറച്ചിങ്ങനെ ഇങ്ങനെയല്ല, ഇവരിങ്ങനെ ഞാനൊരു 3 വെൽക്കം പറഞ്ഞു. 3 വെൽക്കം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും വെൽക്കം പറയാൻ വേണ്ടി നിൽക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇവര് ഓക്കെ ആയിക്കോളും. അപ്പൊ ഇന്ന് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് അല്ലെ ചാന്ദിനി? പറയൂ. ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പൊ ഇന്നെന്താണ് വീഡിയോ? ഇത് ഇന്ന് എന്നെയും എന്റെ ഭാര്യേനെയും എന്റെ വീട്ടുകാരെയൊക്കെ പരിചയപ്പെടുത്തുന്ന ചെറിയൊരു വീഡിയോ. വീട്ടുകാരെല്ലാവർക്കും പബ്ലിക്കിന് മൊത്തം അറിയാം. അങ്ങനെയല്ല ഗൈസ്, ഇത് നമ്മള് ചെറിയ നമ്മുടെ ഒരു ഫാമിലി ടൈം ആണ്. നമ്മളിന്ന് ഔട്ടിങ് പോണുണ്ട്, പുറത്തേക്ക് പോകാന്ന് വിചാരിച്ചു. ഞങ്ങള് സിനിമയ്ക്ക് പോകുന്നുണ്ട് ഗായ്സ്. അതിന് മുന്നേ ഞങ്ങൾ മന്തി വാങ്ങാൻ പോകുന്നു ഗായ്. എന്റെ മോൾക്ക് 2 ദിവസമായിട്ട് പൂജപ്പായുണ്ട്. നവരാത്രി ആയതുകൊണ്ട് എന്റെ മോൾക്ക് 2 ദിവസമായിട്ട് ചിക്കൻ കഴിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ഭയങ്കര ആഗ്രഹം ചിക്കൻ കഴിക്കണം. എന്നും ചിക്കനല്ല, ബുക്ക് വെച്ചപ്പോൾ ആഗ്രഹം ചിക്കൻ കഴിക്കണം. അപ്പൊ തുടങ്ങിയ ആഗ്രഹം. അപ്പൊ ഇന്ന് ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞല്ല. അപ്പൊ ഞങ്ങൾ മന്തി വാങ്ങുന്ന വെച്ചു. അപ്പൊ ഞാനിപ്പോ മന്തി വാങ്ങാൻ പോവാൻ നിക്കാം. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഞാനേ മന്തി വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പോക്കിലാണ്. അപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല. അവിടെ ചാന്ത് കട പറഞ്ഞാ അന്നാ നമുക്ക് പോയിട്ടാ. കൊണ്ടുപോകണ്ട എന്നാണ് എന്റെ അഭിപ്രായം. കാരണം പോകുന്ന റോഡ് മൊത്തം ശരി. അഞ്ചു, ഞങ്ങൾ മന്തി വാങ്ങിട്ട് വരാം. മന്തി മേടിച്ചിട്ട് വേഗം വരും. മന്തി മേടിച്ചിട്ട് വരാം. നമുക്ക് 9 മണിക്കാണ് ഷോ തുടങ്ങാം. അളിയൻ വരും. അളിയൻ ഒരു അതിന് മുമ്പായിട്ട് എത്തുമായിരിക്കും. കുട്ടിക്ക് ഇങ്ങനെ ചെറിയ വികൃതികളൊക്കെ ഉണ്ട്. കാരണം മകൻ ഇടയ്ക്കിടയ്ക്ക് പറയാണ്ട് ഇങ്ങനെ മുങ്ങി പിന്നെ പൊങ്ങുന്നത് ഒരു നേരം ആവുകയാണ്. അതുകൊണ്ട് താക്കോല് തൊഴിപ്പിച്ചിരിക്കുക ചെറിയൊരു കുൽസിത പ്രവൃത്തി ഉണ്ട്. എവിടെ താക്കോലോടെ? നീ എന്തിനീ താക്കോല് ഒളിപ്പിച്ച് വെക്കിനേ? എന്തോ കാശുകൂട്ടം വന്നേ വേണ്ട. മാമനും പോയിട്ട് ഒരു ആന്റി മാമൻ നിറച്ചു പൊടിന് വാ. കൊല്ലുതിനെ എന്റെ മോളെ കൊണ്ടുകൊണ്ട് ഇവനെ കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഉമ്മച്ചൻ. അതെ, ആന്റിയുടെ തോളിന്ന് ഇറങ്ങൂല. എന്നിട്ട് എന്റെ കമന്റ് ബോക്സിൽ കമന്റ് വരുന്നത് എനിക്ക് പൊങ്കാല. ഈ 2 എണ്ണത്തിന്റെ ഇടയിൽ നിങ്ങൾ ഇവരെ കയറ്റിരുത്തരെന്ന് ചോദിച്ചിട്ട്
കുറച്ച് നേരമായിട്ട് ചാന്തോട് ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. എനിക്ക് കള്ളത്തരം എന്തോ ഫീൽ ചെയ്തു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെടി മൂപ്പരൊക്കെ ഇഷ്ടമായി, അത് പറിക്കാൻ വേണ്ടി നിൽക്കണതാ. എന്നിട്ട് ഞാൻ തന്നെ അത് പറിക്കേണ്ടി വന്നു ലാസ്റ്റ്. ഈ റോഡ് കണ്ടോ കുറേ നാളായിട്ട് ഇങ്ങനെ, ഇതെന്നാണ് അവന് ശരിയാവാ. നടക്ക്. നമ്മളെ കാണുമ്പോ ഓടിച്ചിട്ട് തല്ലും. കേട്ടല്ല, ഇതിൽ ഞാൻ ഉത്തരവാദില്ല, ഇവളാണ് ഉത്തരവാദി. ഇതേ നട്ട് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് വളരെ നല്ല ഭംഗിയുണ്ടാവുന്നുള്ളൂ പറഞ്ഞ്. ഇങ്ങനെ കാണിച്ചേ. പാറു പാറു മന്തി കഴിക്കണ്ട. ഇവിടുന്ന് ഇറങ്ങണം 1 മണിക്കൂർ. അമ്മ ഇതുവരെ ജോലി കഴിഞ്ഞെത്തിയിട്ടില്ല, ഏട്ടനെത്തിയിട്ടില്ല. പിള്ളേർക്കുള്ളത് ഞാൻ കൊടുക്കട്ടെ, അല്ലെങ്കിൽ ശരിയാവും. ഇന്ന് പാറുവിന് വേണ്ടിയിട്ടാണ് മന്തി വാങ്ങിയിട്ടുള്ളത്. പാറുവിൻ്റെ നവരാത്രി പൂജ കഴിഞ്ഞ് ദേവി ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ പാറുവിന് മന്തി കൊടുക്കുന്നേ. മന്തി ദേവി, മന്തി ദേവി മന്തി കഴിക്കാൻ റെഡിയാണോ? 8:30ക്കാണ് സിനിമ ഉള്ളത്. 8:30 9 മണിക്കാണ് സിനിമ. അപ്പോൾ ഇവിടുന്ന് 8:30 ഇറങ്ങിയാലേ തിയേറ്ററിൽ ആ സമയത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അതെ, ഞാനും ചാന്തുവും ആദ്യം തന്നെ ഇവിടെ ഞങ്ങൾ സ്കൂട്ടറിന് പോകും. പിന്നാലെ അഞ്ചും അച്ഛനും അമ്മയും പിള്ളേരും കൂടെ കാറിൽ വരും. റിപ്ലൈ തരുന്നില്ല. അഞ്ചേച്ചിക്ക് ചാടേന്നൊക്കെ പറയുന്നവരെ അഞ്ചേച്ചിക്ക് ഡബ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴ് പിന്നെ കുട്ടികളുടെ കയ്യിലായിരിക്കും ഫോൺ. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത വീഡിയോ ഇടാൻ മാത്രമാണ് വീഡിയോ ഫോൺ എടുക്കുന്നത്. നാത്തൂന്റെ വിഷമം മനസ്സിലാക്കുന്ന ഒരേ ഒരു നാത്തൂൻ അല്ല എന്തൊക്കെയാ എന്താ ഇവിടെ നമ്മളെ വില്ലാളി വീരൻ ഒച്ചെടുക്കുന്നുണ്ട്. കാശി നിർ കഴിക്കണേ. കുറച്ചിട്ട് ഹായ് അളിയ, അളിയ എന്തെങ്കിലും പറയാനുണ്ടോ? അളിയത് അമ്മയ്ക്ക് ഇതിന് പറയാനോ? എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ മേക്കപ്പ് കഴിയാൻ സമയമെടുക്കുമോ എന്നറിയില്ല. ആരാ അത്? ആരാ? അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊക്കെ തീർത്ത് ഒക്കത്തിന് ഒരു കണക്കിന് വീട്ടിൽ നിന്ന് പുറത്തിറക്കി. അവരെല്ലാവരും കാറിനാണ് പോകണേ. കാറിൽ അവർക്ക് പോകാനുള്ള സ്ഥലമുള്ളൂ. അപ്പോൾ ഞാനും ചാന്ത എന്ത് ചെയ്തു, 2 വീലർ എടുത്തു. 2 വീലർ ആകുമ്പോൾ കാറ്റിക്കൊണ്ട് റൊമാൻറ്റിക്കായിട്ടൊക്കെ പോകാല. നേരെ പോണത് ദീപി മാളിക്ക്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം പടം തുടങ്ങാനുള്ള സമയമായി. നേരെ മാളിലെത്തി ടിക്കറ്റ് എടുത്തു, നേരെ സിനിമയ്ക്ക് കയറണ്ടേ. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു സിനിമ കാണാൻ, തിരക്കൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം. പടം തുടങ്ങി ഇൻ്റർവെല്ലായപ്പോഴാണ് നിഖിലേട്ടനെയും കിത്തുവിനൊക്കെ നമ്മൾ കാണുന്നത്. അവരെത്താൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കിത്തുമാൻ ഓക്കെ. ഇവിടെ അഞ്ജു, ഇവിടെ ചന്തു, ഇവിടെ സിജി, ഇവിടെ കണ്ണൻ. പാടം ഒരു രക്ഷയില്ല, രക്ഷയില്ല. ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴത്തേനും ഞാൻ കോരിത്തരിച്ചിരുന്നു പോയി. അത്രത്തോളം ഉണ്ട് പടം. അടിപൊളി പടം, രക്ഷയില്ല. അഞ്ചു പടം കണ്ടേ? പടം രക്ഷയില്ല. മോളെ അപ്പോൾ ഗൈസ്, ഞങ്ങൾ സിനിമ ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലെത്തിയുള്ളൂ. കിടക്കാൻ പോകണം, ഉറങ്ങാൻ വേണ്ടി പോവാണ്. സമയം ഇപ്പോൾ എത്രയായി? സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞു, 12:30 കഴിഞ്ഞു.
യെസ് 12:45. ഇന്നത്തെ സിനിമ അടിപൊളിയായിരുന്നു കേട്ടോ, രക്ഷയില്ല. ഇന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റും തോന്നില്ല. എൻ്റെ തലയിൽ ഫുള്ള് കാന്താരി. അതുപോലെ ഇല്ല പടം, അത്രയ്ക്കുണ്ട് പടം. ഇപ്പം അപ്പുറത്ത് ചേച്ചിയും അവരൊക്കെ കിടന്നു, എല്ലാവരും കിടന്നു, ഉറക്കായി, എല്ലാവരൊക്കെ ഉറങ്ങി. അപ്പോൾ എല്ലാവരും നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബട്ടൺ അടിക്കുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യോ. സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ, സി യു. കൊടുക്കടാ, ബൈ.